തിരുനാളിന്റെ തീയതി നിശ്ചയിക്കുന്നതിലും തങ്ങളുടേതായ വ്യത്യസ്തത നിലനിർത്തുന്നവരാണ് പാവറട്ടി ഇടവകയിലെ വിശ്വാസികൾ. പാരമ്പര്യവും സഭാ പ്രഖ്യാപനങ്ങളും ഒത്തുചേരുന്ന ആ ചരിത്രമറിയാം പാവറട്ടി തിരുനാൾ ഇന്നലകളിലൂടെ. സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും നൂറ്റാണ്ടുകളായുള്ള പ്രാദേശിക പാരമ്പര്യങ്ങളും സമന്വയിക്കുന്ന വേറിട്ടൊരു ആഘോഷ രീതിയാണ് പാവറട്ടി തിരുനാളിൽ പ്രകടമാകുന്നത്. അത് തിരുനാളിന്റെ തീയതി നിശ്ചയിക്കുന്നതിലും കാണാം. 1870 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. ഇക്കാലയളവിലാണ് പാവറട്ടി പള്ളിയുടെ നിർമ്മാണവും പൂർത്തിയായത്. അതോടെ ഇടവക മധ്യസ്ഥനായും വിശുദ്ധ ഔസേപ്പിതാവിനെ തീരുമാനിച്ചു. വിശുദ്ധന്റെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 2ാമത്തെ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ബുധനാഴ്ച ആഘോഷിക്കണമെന്നാണ് മാർപ്പാപ്പ ഔദ്യോഗികമായി നിശ്ചയിച്ചിരുന്നത്. സഭയുടെ നിയമസംഹിതകളിലും കലണ്ടറുകളിലും ഈ മാറ്റം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പാവറട്ടി പള്ളി സ്ഥാപിതമായ കാലം മുതൽ ഇടവകയിലെ വിശ്വാസികൾ ഈസ്റ്റർ കഴിഞ്ഞുള്ള 3ാമത്തെ ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ആഘോഷിച്ചു വരുന്നത്. സഭയുടെ ആഗോള മാറ്റങ്ങൾക്കിടയിലും പൂർവികർ പകർന്നു നൽകിയ ഈ ആചാരത്തിന് മാറ്റം വരുത്താതെ തങ്ങളുടെ പ്രാദേശിക തനിമ നിലനിർത്താൻ പാവറട്ടിയിലെ ഇടവകജനം ഇന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അധ്യാപകനും ചരിത്രകാരനുമായ റാഫി നിലങ്കാവിൽ പറയുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതനുസരിച്ച് ഉയർപ്പ് കഴിഞ്ഞ് 2ാം ഞായറാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ബുധനാഴ്ചയാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. പക്ഷെ പാവറട്ടിക്കാര് പള്ളി സ്ഥാപിച്ചത് മുതൽ സൗകര്യാർത്ഥം ഞായറാഴ്ചയാണ് ഉയർപ്പ് കഴിഞ്ഞ് 3ാമത്തെ ഞായറാഴ്ച ആചരിക്കുന്ന രീതിയാണ് പിന്തുടർന്നു വന്നത്. ഈ രീതി പിന്തുടരുന്നതിനാൽ എല്ലാ വർഷത്തെയും ഈസ്റ്റർ തീയതിയിലെ മാറ്റങ്ങൾ പാവറട്ടി തിരുനാളിന്റെ തീയതിയിലും പ്രതിഫലിക്കാറുണ്ട്. ഇത്തവണ ഏപ്രിൽ 26-നാണ് ഈസ്റ്റർ കഴിഞ്ഞുള്ള 3ാമത്തെ ഞായറാഴ്ച, അതായത് പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ.